പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നു കാഴ്ച. രാവിലെ പ്രായമുള്ള അമ്മമാരൊക്കെ ഒന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കമലഹാസൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുമുണ്ട്. എന്തായാലും കമലഹാസൻ ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അല്പം ഒന്ന് പയറ്റി നോക്കാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷെ അവസാനം നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ചിഹ്നത്തിന്റെ അടക്കം പ്രശ്നങ്ങൾ കാരണം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ വോട്ട് ചെയ്യാൻ രാവിലെ എത്തിയിട്ടു. അത് ഉറപ്പായും അല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനാധിപത്യ സംവാദങ്ങളിൽ വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി നിലപാട് രാഷ്ട്രീയം പറയുന്ന ഒരു നല്ല കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമാ നടൻ കൂടിയാണ് കമലഹാസൻ ഈ പറയുന്നത് പോലെ നേരത്തെ ഒരുപക്ഷെ തമിഴക രാഷ്ട്രീയത്തിലേക്ക് ആദ്യം ചൂടുവെക്കുന്ന തീരുമാന പ്രഖ്യാപനമൊക്കെ നടത്തിയത് രജനീകാന്ത് ആണെങ്കിൽ അതിനുശേഷം ഒരു പടി കൂടി മുന്നോട്ടേക്ക് പോയി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അവിടെ സാന്നിധ്യമാവുക എന്നതൊക്കെ നമ്മൾ കരുതിയതും പ്രതീക്ഷിച്ചതും കമലഹാസനാണ്. പക്ഷേ കമലഹാസൻ വരുന്ന വരവ് ആ ഒരു വളർച്ച പിന്നീട് കണ്ടില്ല. സഖ്യത്തിലാണുള്ളത്. പക്ഷേ സഖ്യത്തിൽ ഈ DMK-യുടെ അതേ ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോൾ സീറ്റ് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ സീറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. സീറ്റ് പ്രശ്നത്തിന് ശേഷം ചിഹ്ന പ്രശ്നം, തങ്ങൾക്ക് സ്വന്തം ചിഹ്നം വേണം എന്ന ആവശ്യം സ്വാഭാവികമായും ഇത് രാഷ്ട്രീയ പാർട്ടിക്കും അത് ആഗ്രഹമുണ്ടാകും. പ്രത്യേകിച്ച് കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി മൈലാപ്പൂരാണ് കമലഹാസൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ അജിത്ത് വോട്ട് രേഖപ്പെടുന്നത് കണ്ടു. ശ്രുതി ഹാസൻ കമലഹാസന്റെ മകൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നായിക നടിമാരിൽ ഒരാൾ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രതികരണം, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് കാഴ്ച. അജിത്തിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് കമലഹാസനും വലിയ ആരാധക വൃന്ദമുള്ള വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടൻ കൂടിയാണ് കമലഹാസൻ. DMK സഖ്യത്തിലായിരുന്നു. സഖ്യത്തിൽ കുറേയധികം സീറ്റുകൾ അവർ കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ചിഹ്നത്തിൽ തട്ടി മത്സരിക്കുന്നില്ല എന്ന പരിഭവപ്പെട്ട് മാറുന്ന കമലഹാസനാണ് പിന്നീട് കണ്ടത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു സ്ട്രക്ചേർഡ് രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്കും അതിൻ്റെ പ്രചരണം എന്നതിലേക്കും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്നത് അത് TVKയ്ക്കും വിജയിക്കും മാത്രമാണെന്ന് ഉറപ്പായും പറയാം. രാവിലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കളൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് അവിടുത്തെ തമിഴക മക്കൾക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. ഏതെങ്കിലും പ്രതികരണം ഉണ്ടാവുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും. എന്തായാലും DMK നമുക്കറിയാവുന്നതുപോലെ ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ കാലങ്ങളായുള്ള തീരുമാനമാണ് ഉദയസൂര്യനിൽ തന്നെ എല്ലാ ഘടകകക്ഷികളും മത്സരിക്കണമെന്നുള്ളത്. ആ ചർച്ചയാണ് കമലഹാസനുമായി ബന്ധപ്പെട്ട് മക്കൾ നീതി മയ്യത്തിലേക്കും എത്തിയത്. പക്ഷേ അത് ഒടുവിൽ ആ ചർച്ച പാതി വഴിയിൽ പിരിയുകയായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്താതെ. പക്ഷേ കമലഹാസൻ പൊളിറ്റിക്കലാണല്ലേ? കമലഹാസൻ അടിമുടി അങ്ങേയറ്റം പൊളിറ്റിക്കൽ, വളരെ ക്ലാരിറ്റിയോടെ നിലപാട് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടും കേരളത്തിലെ രാഷ്ട്രീയത്തോടൊക്കെ വലിയ താല്പര്യവും വളരെ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു അടിമുടി പൊളിറ്റിക്കൽ മനുഷ്യനാണ് കമലഹാസൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.